അപ്പോഴേ ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വന്നതാണേ. നമ്മുടെ നവംബർ 15 നിങ്ങൾക്ക് എന്താ പരിപാടി ഒന്നും ഇല്ലെങ്കിൽ വേഗം തന്നെ മുംബൈയിലോട്ട് വിട്ടോ. അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു MSCയുടെ വോക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നില്ലേ എന്ന്. അപ്പം ഇപ്പം 2025 എൻഡോടുകൂടി നവംബർ 15 തീയതി മുംബൈയിൽ വെച്ചിട്ട് വോക്കിംഗ് ഇന്റർവ്യൂ നടത്താൻ പോവുകയാണ് MSC. അപ്പോൾ അവൈലബിൾ വേക്കൻസി ഏതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓപ്പൺ പൊസിഷൻസ് ആണ്. അപ്പൊ വേഗം തന്നെ നിങ്ങൾ നവംബർ 15 മിസ് ചെയ്യാതെ എന്തായാലും നിങ്ങൾ മുംബൈയിലേക്ക് പോവുക. അപ്പൊ പോകുന്ന ആൾക്കാരുടെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുപോകണം. അതായത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പാസ്പോർട്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ CV എടുക്കാൻ മറക്കരുത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV നിങ്ങൾ ഇപ്പൊ തന്നെ റെഡിയാക്കിക്കോ. അപ്പൊ CV എടുക്കാൻ ഉറപ്പായിട്ട് മറക്കാതിരിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾ 3 months സാലറി സ്ലിപ്പ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൊണ്ടുപോയിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അപ്പൊ മുമ്പ് ക്രൂസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CDC മുതലായ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകണം. ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്തായാലും ക്യാരി ചെയ്തേക്കണം. STCW കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ STCW കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് കയ്യിലുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതെല്ലാം ഒറിജിനൽ ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോഴേ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പൊ 15 തീയതി പോകുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളുടെ ഇന്റർവ്യൂ ടൈം വരുന്നത് 9 o'clock to 3 o'clock ആണ്. അപ്പൊ നിങ്ങൾ 9 മണിയാണ് ഇന്റർവ്യൂ, അതുകൊണ്ട് ഞാൻ 8:30 പോവാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഒരു 6 o'clock എങ്കിലും ഈ പറഞ്ഞ ലൊക്കേഷനിൽ നിങ്ങൾ എത്താൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അത്രയ്ക്കധികം ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷ വേണ്ട. നിങ്ങൾ അപ്പൊ നവംബർ 15 മറക്കരുത്, ഉറപ്പായിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ.